സ്ലീവാച്ചാ കടക്കാത്ത ഭയങ്കര അടി നടക്കോ. ആരെ? ആ ബെച്ചിയുടെ അച്ഛന്മാരാ. പെണ്ണേസാണ്ട് ആരും ഓരോടെ നിരുന്നേ. എന്നെ വിഷയം? ഒരു വിഷയമില്ല, ഉള്ളതൊക്കെ ഞങ്ങൾ കൈയറിഞ്ഞിട്ടുണ്ട്. ചേട്ടായിക്ക് വന്നേ. എന്നാടാ എന്നാ? എന്റെ പൊന്നടാവേ, എനിക്കെങ്ങും അറിയത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കടാ. ബെറ്റ്സി എന്നെ ഒന്ന് കാണാൻ വന്ന സ്ലീവാച്ച. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവളുടെ ചാച്ചന്മാര് കയറി വന്ന്. കുറെ നാളെ ഇവന് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ. എടാ ശ്രീവാച്ച, എത്രയും വേഗം നിങ്ങളോട് പറഞ്ഞു വിട്ടണം. അതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ചുക്കുമില്ല. എന്നെ കരുതുന്ന താനൊക്കെ ഈ പിള്ളേരെ കൈ വെച്ച് ഈ നാട്ടിൽ നടക്കാത്തൊന്നും അല്ലേ ചെയ്ത്? നീ ഈ തണ്ടികൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വിചാരിച്ചു. താവരെ വിളിച്ചോണ്ട് ഇറങ്ങി പോയോ? പോടോ, ഇറങ്ങി പോടോ. പോ കണ്ടവനെ ഉപദ്രവിച്ചോടോ മാര്. നിനക്കാളെ പോറ്റാനുള്ള ധൈര്യമുണ്ടോ? എന്നാ നീ വെച്ച് വിളിച്ചിറക്കും. ബാക്കി കേട്ടു. ആ മൗസാറെ, ഞാൻ ടൗണിലുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. നിന്റെ സക്കിന്റെ ഇടയ്ക്ക് 100-ൽ 100 മാർക്ക് അവര് തന്നേക്കുന്നേ. അതേടാ, ഇപ്പൊ എയോടെ മെയിൽ വന്നായിരുന്നു. നിന്നെ അവര് തെരഞ്ഞെടുത്ത. എന്നാലും സമ്മതിക്കണം കേട്ടോടി ബെച്ചി, നിന്റെ ധൈര്യം. എത്ര നാളായി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട്? ഇപ്പം 3 വർഷം. എൻ്റെ പൊന്നു ചേച്ചി, ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാറ് പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പാഴ്സൽ അവിടെ കിട്ടിയില്ല. പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും. അങ്ങനെ വന്ന് അടുത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ പറയണ്ടല്ലോ, ഫോൺ വിളിയായി, പറച്ചിലായി. പിന്നെ ഞങ്ങൾ ഇവിടം വരെ അങ്ങ് എത്തി. എന്നിട്ട് അച്ചാറോട് പോയി ചേച്ചി? അതിനെന്നെ പറയണ്ട, അതിൻ്റെ കാരണക്കാരൻ എന്തേ നിൽക്കണു. ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ടങ്ങ് അടിച്ച്. അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാണ് നല്ലത്. ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാലോ. എന്നാ മണ്ടത്തരവാടാ കൊച്ചെ നീ കാണിച്ചേ. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നോ? അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത്. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു. പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എൻ്റെ കടയിലോട്ട് വന്നു. പിന്നെ ആകെ പാട പ്രശ്നമായി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി. ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി, ഇപ്പോൾ ഓടുന്നു. ഇല്ല ചേച്ചി, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെന്നറിയില്ല. അതിൽ തെറ്റൊന്നുമില്ലോ അച്ഛൻ. ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാന് അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവം ചെയ്യുവോ? അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറയണേ. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഈ രാജ്യത്ത്. ഗോവിച്ചടോ, നാളെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ വേണ്ട സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ചെയ്തു. കുഴപ്പമില്ല സ്ലീവാച്ച, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇതാടാ എന്റെ മുറി. ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ? ഇല്ലെന്നേ, അയച്ചൊരു വലിയ പ്രശ്നം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യം എങ്ങനെ? സ്ട്രോങ് അല്ലേ? വീട്ടിൽ പറഞ്ഞു? വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇച്ചിരി പേടിച്ചിരിക്കുക. അതിനകത്തിന് അമ്മച്ചി പേടിക്കണേ? നമ്മളൊക്കെ അല്ലേ ഇവിടെ. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ. നാളെ ഇനി അവന്മാരുടെ നിന്ന് വീണ്ടും ഇടികൊള്ളേണ്ട വരുമെന്ന് എൻ്റെ പേടി. സ്ലീവാച്ചിന് ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉള്ളത് എൻ്റെ ഒരു സമ. സ്ലീവാച്ച, സ്ലീവാച്ച്.